ചില ചെടികളും വൃക്ഷങ്ങളും നട്ട് പരിപാലിക്കുന്നതിലൂടെ വീട്ടിൽ അനുകൂല ഊർജം നിറയ്ക്കാൻ സാധിക്കും. അതിലൊന്നാണ് ഭാരതീയർക്ക് മംഗളകർമ്മങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത വെറ്റില. മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റില ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് വിശ്വാസം. വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്നു സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠ ഭഗവതിയും വലതുഭാഗത്ത് പാർവതീദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താംബൂലപൂരിതമുഖി എന്നു വിശേഷിപ്പിക്കുന്നു. വെറ്റിലച്ചെടിയുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം. സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ ഭവനത്തിന് ഐശ്വര്യം കളിയാടുമെന്നാണ് വിശ്വാസം. എല്ലാ മാസത്തിലെയും പൗർണമി ദിനത്തിൽ പ്രധാന വാതിലിനു മുകളിൽ വെറ്റിലകൾ ചേർത്ത് മാലയാക്കി തോരണമിടുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഉത്തമമാണ്. ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമാണ് വെറ്റില മാലകൾ. കാരണം രാമന്റെ വിജയം ആദ്യം സീതയെ അറിയിച്ചത് ഹനുമാനാണ്. ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റില പറിച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു. ശനിയാഴ്ച തോറും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റില സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനിദോഷ ശാന്തിക്കും ആഗ്രഹ സാഫല്യത്തിനും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും പരിഹാരമാണ്.